ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് വിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മോർണിംഗ് പതിവ് പോലെ നമ്മുടെ ഏവിയറിയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു കുട്ടി അപ്ഡേറ്റ് പോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫിഞ്ചിൻ്റെ കൂടാണ്, പകുതി ഈ ഹാഫ് കൂട്. പക്ഷേ ഇതിൽ മൂന്നാമത്തവൻ വീണ്ടും അപ്പുറത്ത് ജാവയുടെ കൂട്ടിലേക്ക് ചാടിയിട്ടുണ്ട്. അവനെ ഞാനൊരു 4-5 പ്രാവശ്യം പിടിച്ചപ്പുറത്തിട്ടു, പക്ഷേ അവൻ എങ്ങനെയോ വീണ്ടും ചാടി ഇപ്പുറത്ത് വരും. പിന്നെ അവിടെ ഇരിക്കട്ടു എന്ന് വിചാരിച്ചു. ഇപ്പോൾ അപ്പുറം ഇരുന്നാണ് ഇവർ കാര്യം പറയുന്നത്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ലവ് ബേഡ്സോ ജാവയോ ഒന്നും അതിനെ ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ കോഴിക്കുട്ടന്മാർ അവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. അവർ കുറച്ചും കൂടെ വലുതായിട്ട് നമ്മുടെ വലിയ കൂട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വരുന്നുണ്ട്, ഫ്ലവറൊക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി ഫസ്റ്റ് ഫ്ലവറിങ് ആണിത്, കാപിടിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്കറിയില്ല, ഞാൻ കണ്ടുപിടിച്ചു. ചൈനീസ് വയലറ്റ് എന്നാണ് എൻ്റെ പേര്. ഇത് നല്ല രസം, ഒരു ഓർക്കിഡ് പോലെ, നമ്മുടെ ഒരു ഓർക്കിഡിൻ്റെ ഒരു മൊട്ട് സെറ്റ് വരില്ലേ, അതേപോലെ വന്നിട്ട് ഒരു 5-6 പൂ അതിൽ കാണും, മുട്ടുകൾ കാണും. അതിങ്ങനെ വരും. മുകളിൽ ഹാങ് ചെയ്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കില്ല, പക്ഷെ മുകളിലോട്ട് ഇങ്ങനെ പൊങ്ങി തന്നെ നിൽക്കും. പക്ഷെ നല്ല രസമാണ്. രാവിലെ നമ്മുടെ ഗാർഡനിൽ കാണാൻ നല്ല രസമുണ്ട്. നല്ല ഉച്ചയൊക്കെ ആകുമ്പോൾ ഇച്ചിരി വാട്ടം ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ഈ മുളകൊക്കെ പൂവിട്ട് തുടങ്ങി, അതേപോലെ വെണ്ടയിലും പൂ വിരിഞ്ഞ് തുടങ്ങി. ഏതിലും 1-2 കാ പിടിച്ചു. പിന്നെ നമ്മൾ ചീരയൊക്കെ അത്യാവശ്യം വിളവെടുക്കാറായി. ഇപ്പം നിൽക്കുന്നതിനൊക്കെ വിളവെടുത്താൽ ബാക്കി ഉള്ള കുട്ടി ചീരകൾ വളർന്നു വരുള്ളൂ. ഇതിലൊരു കുട്ടി വെണ്ടയ്ക്ക് വന്നു കഴിഞ്ഞു. എനിക്കിവിടെ ഭയങ്കര ഡൗട്ടായിരുന്നു കാ പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ, പക്ഷേ എന്തോ കുഴപ്പമില്ലാണ്ട് പിടിച്ചിട്ട്. പിന്നെ നമ്മുടെ ബീൻസ് അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഒരു കറിക്കുള്ളതൊന്നും ഇല്ല, എന്നാലും ഒരു 2 മൂടാങ്ങണ്ടേ ഉള്ളൂ. അത്യാവശ്യം വലുതായിട്ടുണ്ട്. ചിലതൊക്കെ വിളവെടുക്കാറായെന്ന് തോന്നുന്നു. വലിയ സൈസൊന്നും ഇല്ല, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ബീൻസ് പരീക്ഷണം നടത്തുന്നത്, എനിക്ക് കുഴപ്പമില്ല. ഇത് കുക്കുംബർ എന്നാണ് വിചാരിച്ചത്, കണ്ടിട്ട് ഇത് അമരക്കയാണെന്ന് തോന്നുന്നു. കുക്കുംബർ എന്നും പറഞ്ഞാണ് എനിക്ക് കിട്ടിയത്, തന്നപ്പം പറഞ്ഞത്. പിന്നെ നമ്മുടെ ശംഖുപുഷ്പം ഏകദേശം ഒരു പ്ലാന്റ് മുകളിലെത്തി. അന്ന് അപ്പുറത്തെ സൈഡിലുള്ളത് അത്യാവശ്യം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഇതുവരെ മൊട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മുടെ ജമന്തിയിലൊക്കെ മൊട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചീരയൊക്കെ അത്യാവശ്യം കിളിച്ച് തുടങ്ങി. ചീര നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇട്ടാൽ ആദ്യം വിളവെടുക്കുന്നത് ചീരയായിരിക്കും, പെട്ടെന്ന് വളർന്നോളും. നമ്മൾ ശംഖുപുഷ്പം ഏകദേശം ഹൈറ്റ് എത്താറായി, മുകളിലെത്താറായി. പക്ഷേ ഇതുവരെ മണ്ട നുള്ളി കൊടുക്കണമെന്നൊരിതുണ്ട്. കുറച്ചും കൂടെ ഹൈറ്റ് എത്തിയിട്ട് മണ്ട ഒന്ന് ചെറുതായി നുള്ളി കൊടുക്കുക, അപ്പോഴത്തേക്ക് ബ്രാഞ്ചസ് വരും. ഇതിലൊക്കെ ഒരു മൊട്ട് വന്നു, വിരിഞ്ഞു, കാ പിടിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പയറിൽ ഇതുവരെ മൊട്ടൊന്നും വന്നില്ല, ഇത് മുകളിലെത്തി. ഈ അടഞ്ഞ ഏരിയ ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഈ ടെറസ് ഫുള്ള് നമുക്ക് വെജിറ്റബിൾ വയ്ക്കാൻ പറ്റില്ല, കുറച്ച് ഭാഗം മാത്രമല്ലേ വെയിലുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയ കണക്കാക്കി വെച്ച് അത്യാവശ്യം നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നു. രാവിലെ നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഏവിയറി ഗാർഡൻ ഒരു അപ്ഡേറ്റ് പോലെ. നമ്മുടെ പ്ലാന്റ്സൊക്കെ, കുഞ്ഞായിരുന്ന പ്ലാന്റ്സൊക്കെ ഏകദേശം വലുതായി, ഇപ്പോൾ മൊട്ട് വെച്ചും അതിൻ്റെ കാപിടുത്തമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. സോ ഹാപ്പി. നമുക്ക് കുറച്ച് സ്പേസേ ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് മതി. എനിക്ക് കുട്ടി ഏരിയ ഉള്ളൂ, ബട്ട് ഈ ഒരു ടെറസ് മാത്രമേ ഉള്ളൂ എനിക്ക്, സത്യം പറഞ്ഞ്. അല്ലാതെ വേറെ ഗാർഡനിങ് ചെയ്യാൻ ഏരിയ ഇല്ല. ഇതിൻ്റെ അകത്ത് തന്നെ എൻ്റെ കോഴിക്കൃഷിയും ബേഡ്സും വെജിറ്റബിൾസും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ മോശമാണെന്ന് വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ടെല്ലാം വന്നിട്ടുണ്ട്. 1 മാസമൊക്കെ കഴിയുമ്പോൾ ഇവിടെ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ പടവലത്തിൻ്റെ ഫസ്റ്റ് ഫ്ലവറാണ് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇന്ന് ആദ്യമായിട്ടാണ് അതിലൊരു ഫ്ലവർ വന്നത്. പക്ഷേ അത് കാ പിടിക്കുന്ന ഫ്ലവറല്ല, ആൺപൂവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് പെൺപൂക്കൾ വരുള്ളൂ.
മുകൾ ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്ത് വരട്ടെ. നല്ല വെയിലാണ് ഉച്ചയ്ക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടായിരുന്നു, പക്ഷെ അതെന്തായിരുന്നു ഒന്നും പറയാറായില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് റോസ് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്. നമ്മുടെ മുല്ല ഭയങ്കര ഹൈറ്റിൽ പോകണമെന്ന് പറയും, മുകൾ ഭാഗം നുള്ളി കൊടുത്തു. ഇപ്പോൾ അവിടെ നിന്ന് 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞു. കുറച്ചും കൂടെ താഴെ വെച്ച് കട്ട് ചെയ്യാനുള്ളായിരുന്നു. ഇവിടെ ഇപ്പോൾ രാത്രിയെല്ലാം നമ്മളിവിടെ തന്നെയാണ് കിടപ്പും എല്ലാം, പായും യോഗ മാറ്റും എല്ലാം ഇവിടെ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഗ്രില്ല്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. രാവിലെ പിന്നെ ബേഡ്സ് പിന്നെ നല്ല ആക്റ്റീവാണ്. അവർക്ക് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പറക്കും അങ്ങോട്ട് പറക്കും. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു ഈ ലവ് ബേഡ്സിന് തുറന്നു വിട്ടാൽ കുഴപ്പമില്ല, അവർ പ്ലാന്റ്സ് ഒന്നും അധികം നശിപ്പിക്കില്ല, അവർക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് മാത്രമേ അവർ കഴിക്കുകയുള്ളൂ, ഇതെല്ലാം ഒന്നും നശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അത്ര വിശ്വാസം പോരാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവരെ ഇങ്ങോട്ട് ഓപ്പൺ ആക്കാത്തത്. നമ്മൾ ഇവിടെ ഈ നമ്മുടെ പ്ലാന്റ്സിനെ നശിപ്പിക്കാത്ത ടൈപ്പ് ബേഡ്സിനെ മാത്രമേ ഇവിടെ ഓപ്പൺ ചെയ്ത് വിടുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഓർഡർ കൊടുത്തത് ബേഡ്സ് അല്ല, ബേഡ്സ് തന്നെ, പക്ഷേ പറന്ന് നടക്കുന്ന ആൾക്കാരില്ല. കുറച്ച് കോഴി ടൈപ്പ് കുറച്ച് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്യാൻ അടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം എലിശല്യം ഇല്ല. ഇടയ്ക്ക് ഭയങ്കര എലിയായിരുന്നു, എലിശല്യം. പക്ഷെ അത് ഒരൊറ്റ ഒന്നേ ഉണ്ടായിരുന്നെന്ന് തോന്നി. ഇപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഏവിയറി സെറ്റപ്പ് ഇതാണ്. നമ്മുടെ വലിയ കോഴിക്കോട്. മറ്റേ കരിങ്കോഴികളെ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വേണം മാറ്റാൻ. അതൊന്നും കൂടെ സെറ്റാക്കിയതിന് ശേഷം ഇങ്ങോട്ട് മാറ്റണം. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.